നമസ്കാരം. അഴിമതി ആരോപണ കേസിൽ DMK മന്ത്രി കെ പൊന്മുടി കുറ്റക്കാരനാണ് എന്ന് വിധിച്ചിരിക്കുകയാണ് മദ്രാസ് ഹൈക്കോടതി. മന്ത്രിയും ഭാര്യയും കുറ്റക്കാരാണ് എന്നാണ് നിലവിൽ മദ്രാസ് ഹൈക്കോടതി വിധിച്ചിരിക്കുന്നത്. DMK മന്ത്രിസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രിമാരിൽ ഒരാളാണ്. സ്റ്റാലിന്റെ അടുത്ത അനുയായി കൂടിയാണ് കെ പൊന്മുടി എന്ന് പറയുന്നത്. 1989 മുതൽ തന്നെ അദ്ദേഹം സജീവമായി DMKയ്ക്കൊപ്പമുണ്ട്. DMK എപ്പോഴൊക്കെ അധികാരത്തിലേറിയിട്ടുണ്ടോ അപ്പോഴൊക്കെ മന്ത്രിസ്ഥാനം ലഭിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് കെ പൊന്മുടി. അദ്ദേഹം 2006 കരുണാനിധി മന്ത്രിസഭയിലായിരുന്നപ്പോൾ 2.7 കോടി രൂപയായിരുന്നു ആകെ സ്വത്ത്. 2010 എത്തിയപ്പോൾ അത് 6.27 കോടി രൂപയായി ഉയർന്നു. പിന്നീട് ഇദ്ദേഹത്തിനെതിരെ അനധികൃത സ്വത്ത് സമ്പാദനവും അഴിമതിയും ഒക്കെ ആരോപിച്ചുകൊണ്ട് AIADMK സർക്കാർ പരാതി നൽകുകയായിരുന്നു. പിന്നീട് ഈ കേസ് വിജിലൻസ് ഏറ്റെടുക്കുകയും ചെയ്തു. അങ്ങനെ 2016 ഈ കേസ് വന്നപ്പോൾ വിചാരണ കോടതി മന്ത്രിയെയും ഭാര്യയും ഒക്കെ കുറ്റവിമുക്തരാക്കുന്ന ഒരു നടപടിയിലേക്ക് കടന്നു. ഇതിനെതിരെ AIADMK വീണ്ടും അപ്പീൽ പോയി. ഇപ്പോൾ ഈ ഒരു വിധിയാണ്, അതായത് മന്ത്രിയെയും ഭാര്യയും ഒക്കെ കുറ്റവിമുക്തരാക്കിയ വിധിയാണ് മദ്രാസ് ഹൈക്കോടതി റദ്ദ് ചെയ്തിരിക്കുന്നത്. ED ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ കഴിഞ്ഞ ഇടയ്ക്ക് ചോദ്യം ചെയ്ത ഒരു പ്രധാനിയായ മന്ത്രി കൂടിയാണ് കെ പൊന്മുടി. അദ്ദേഹത്തിന്റെ സ്വത്ത് ഉൾപ്പെടെ മരവിപ്പിക്കുന്ന നടപടിയിലേക്ക് അന്വേഷണ ഏജൻസികൾ കടക്കുകയും ചെയ്തിരുന്നു. സ്റ്റാലിനെ സംബന്ധിച്ച് തീർച്ചയായും വലിയ ഒരു തിരിച്ചടി തന്നെയാണ്. സ്റ്റാലിന്റെ വലംകൈ എന്നൊക്കെ പറയാവുന്ന ഒരു നേതാവാണ്. DMKയിലെ സജീവ സാന്നിധ്യമാണ് പൊന്മുടി. എന്തായാലും മറ്റന്നാളാണ് അവർ കോടതിയിൽ ഹാജരാവേണ്ടത്. ഇതിനുശേഷം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ കനക്കുന്നുണ്ട്. മന്ത്രിസ്ഥാനം മാത്രമല്ല, ഒരുപക്ഷെ പൊന്മുടിക്ക് MLA സ്ഥാനം വരെ നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ പറയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.